ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക. യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ഹായ്, ഹരിയ സംസാരിക്കുന്ന പ്രോറൈലോട്ട് എല്ലാവർക്കും സ്വാഗതം. TVSന്റെ ഗോവയിൽ വെച്ച് നടന്ന ഇവന്റ് ആയ മോട്ടോസോളില് RTXT4 എന്ന് പറഞ്ഞ പുത്തൻ പുതിയ 300cc എഞ്ചിൻ TVS ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുക. ഈ എഞ്ചിനെ കമ്പനി വിളിക്കുന്ന റേസിംഗ് ത്രോട്ടൽ റെസ്പോൺസ് SD4 എന്നാണ്. ഇതൊരു ഡബിൾ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് ഉള്ള എഞ്ചിനാണ്. എക്സോസിന് 2ഉം ഇൻടേക്കിന് 2, അങ്ങനെ മൊത്തം 4 വാൽവുകളാണ് ഈ എഞ്ചിന് വരുന്നത്. ഈ കാണുന്ന വാൽവിന്റെ സ്പ്രിംഗ് ആണ്. ഈ കാണിക്കുന്നത് ടൈമിംഗ് ചെയിൻ ആണ്. പ്ലാസ്മ കോട്ടഡ് ആയിട്ടുള്ള സിലിണ്ടർ ആണ് കമ്പനി ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. എഞ്ചിന്റെ ഫ്രിക്ഷനും വെയിറ്റും കുറയ്ക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഡ്യുവൽ ജാക്കറ്റ് കൂളിംഗ് സിസ്റ്റം ആണ് കമ്പനി ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് 2 കൂളിംഗ് ആണ് തന്നെ, വാട്ടർ ആൻഡ് ഓയിൽ കൂളിംഗ് ആണ്. ഇതിലൂടെ എഞ്ചിന്റെ മികച്ച കാര്യക്ഷമമായ കൂളിംഗ് നൽകുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. പ്ലാറ്റ്ഫോമിൽ റൈഡ് ബൈ വയർ ടോട്ടൽ നൽകിയിരിക്കുന്നു. ലിക്കൽ ഗിയർ ഡ്രൈവ് ബാലൻസ്ഡ് സിസ്റ്റം ആണ് ഗിയർ ബോക്സ് നൽകിയിരിക്കുന്നത്. ഡ്യുവൽ ചേംബർ ആൻഡ് സ്പ്ലിറ്റ് ക്രാങ്ക് കേസ്. TVSന്റെ മോട്ടോസോൾ ഇവന്റിൽ കയറാനായിട്ടുള്ള ടിക്കറ്റിനായിട്ട് ഞാൻ ഒരു ശ്രമം നടത്തിയായിരുന്നു. എനിക്ക് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ്. എഞ്ചിനുള്ളിലെ മികച്ച ലൂബ്രിക്കേഷനായി സ്പ്ലിറ്റ് ചേംബർ ക്രാങ്ക് കേസ് ഉള്ള ഡ്യുവൽ ഓയിൽ പമ്പും ഓയിൽ കൂളിംഗ് സിസ്റ്റത്തിലെ ഡ്യുവൽ ബ്രീത്തർ സിസ്റ്റം. ഇത് എഞ്ചിനകത്തെ ഓയിലിനെ വൃത്തിഹീനമാക്കുന്നത് തടയുകയും അതിന്റെ ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ കാലം മികച്ച പ്രകടനം നമുക്ക് നൽകുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഈ എഞ്ചിന്റെ പ്രത്യേകതകൾ. എഞ്ചിന്റെ സ്പെസിഫിക്കേഷൻ പരിശോധിച്ച് നോക്കിയാൽ 299cc സിംഗിൾ സെന്റർ ആയിട്ടുള്ള എഞ്ചിൻ. അവർ പരിശോധിക്കുകയാണെങ്കിൽ 35 PS അറ്റ് 9000 RPM. അതായത് BMWന്റെ എഞ്ചിൻ പോലും 33 NM പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് 35 PS പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 28.5 NM അറ്റ് 7000 RPM. 310 GSC പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം ടോർക്ക് തന്നെയാണ് ഇതിനകത്തും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ്റ് മാനുഫാക്ചേഴ്സ് ചില്ലറ പണിയൊന്നുമല്ല TVS നൽകിയിരിക്കുന്നത്. 2075 മിഡോടുകൂടി എഞ്ചിൻ വെച്ചുള്ള ആദ്യത്തെ മോട്ടോർ സൈക്കിൾ TVS ലോഞ്ച് ചെയ്യും. ഇതൊരു 300cc എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ വില പിടിച്ചെടുത്താൻ സാധിക്കും. 180 215 ഈ മോട്ടോർ സൈക്കിളിന്റെ വില നിൽക്കും. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റീസണബിൾ റേറ്റിന് നല്ല പെർഫോമൻസ് വരുന്ന മോട്ടോർ സൈക്കിൾ നമുക്ക് ലഭിക്കും. അപ്പൊ ഈ എഞ്ചിൻ വെച്ച് വരാൻ സാധ്യതയുള്ള മോട്ടോർ സൈക്കിൾ ഏതൊക്കെയാന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കാത്തിരിക്കുന്നത് TVSന്റെ കാലുകൾ പതിക്കാത്ത സെഗ്മെന്റ് ADV സെഗ്മെന്റ് ആണ്. TVS അപ്പാച്ചി RTX എന്ന് പറഞ്ഞ ഈ വേരിയന്റ് അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ റേസ് ചെയ്തേക്കുന്ന ട്രേഡ് മാർക്ക് നെയിം തന്നെ വെന്നംന്നില്ല. എന്തായാലും TVS ഒരിക്കലും അപ്പാച്ചി ബ്രാൻഡിങ്ങിൽ ADV ബൈക്ക് കൊണ്ടില്ല. ഇതിന് പുതിയൊരു പേരായിരിക്കും കമ്പനി നൽകാൻ പോകുന്നത്. ഈ കാണുന്ന എഞ്ചിൻ ആയിരിക്കും ആ മോട്ടോർ സൈക്കിളിൽ കമ്പനി നൽകാൻ പോകുന്നത്. ഈ മോട്ടോർ സൈക്കിളിന്റെ മറ്റു വിവരങ്ങളൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. ഈ 300cc വെച്ച് ആദ്യം തന്നെ മോട്ടോർ സൈക്കിൾ അവരുടെ ADV മോട്ടോർ സൈക്കിൾ തന്നെയായിരിക്കും. ചില ആൾക്കാർ നമ്മളെ കാണിച്ച് കൊതിപ്പിച്ചെടുത്തിട്ടുണ്ട്. അവർ എത്രയും പെട്ടെന്ന് ആ സാധനം കൊണ്ടുവന്നാൽ അവർക്ക് കൊള്ളാം. വരാൻ പോകുന്ന മോട്ടോർ സൈക്കിൾ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ് മാർക്കറ്റിൽ. കാര്യം ഇതിനകത്ത് ഈ 300cc എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അഗ്രസീവ് രീതിയിൽ തന്നെ ഇത് പ്രൈസ് ചെയ്യാൻ സാധിക്കും. മക്കളെ, ഒന്നും കാണാതെ TVS മോട്ടോർസോളിൽ ഇങ്ങനെ എഞ്ചിൻ കാണിക്കില്ല. മോട്ടോർസോളിലെ മറ്റ് വിശേഷങ്ങളിലോട്ട് പോകാം. TVSന്റെ തന്നെ ക്രൂസർ ബൈക്ക് സീരീസ് ആയ റോണിന്റെ ഒരു അപ്ഡേറ്റഡ് വേരിയന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റവും ഡ്യുവൽ ചാനലുമാണ് പുതിയ വേരിയന്റിൽ നൽകിയിരിക്കുന്നത്. പിന്നെ 2 പുതിയ കളറുകളും കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ജനുവരിയിൽ നടക്കുന്ന ഓട്ടോ എക്സ്പോയിലായിരിക്കും ഇതിന്റെ വില പ്രഖ്യാപിക്കുക. ഈ എഞ്ചിൻ വെച്ച് വരാൻ പോകുന്ന മറ്റു മോട്ടോർ സൈക്കിൾ ഏതൊക്കെയാന്ന് പരിശോധിച്ചു നോക്കി. ഈ 300cc എഞ്ചിൻ വെച്ച് റോഡിനെ അടിസ്ഥാനമാക്കി ഒരു സ്കാമ്പർ മോട്ടോർ സൈക്കിൾ TVS കൊണ്ടുവന്നേക്കാം. ഈ മോട്ടോർ സൈക്കിളിലെ കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ TVSന്റെ അപ്പാച്ചി RTR 300ഉം വന്നേക്കാം. 300cc എഞ്ചിൻ വെച്ചുള്ള അപ്പാച്ചി RR 310ഉം വന്നേക്കാം. 2026 പകുതിയോടുകൂടി ഈ മോട്ടോർ സൈക്കിളൊക്കെ വരാൻ സാധ്യതയുള്ളൂ. മേ ബി ഈ എഞ്ചിൻ വെച്ച് റോണിനും വരാൻ സാധ്യതയുണ്ട്. ഈ കാണുന്ന എഞ്ചിനെ പറ്റി ഈ എഞ്ചിൻ വെച്ച് വരാൻ പോകുന്ന മോട്ടോർ സൈക്കിൾ ഏതാണെന്ന് നിങ്ങളും പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. സബ്സ്ക്രൈബർ കൂടുന്നതനുസരിച്ച് നല്ല നല്ല വീഡിയോസ് നിങ്ങളിലോട്ട് എത്തിക്കാൻ എന്നെ സഹായിക്കും.